ഇടുക്കി ചെറുതോണിയിൽ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ഇനിയും തുടങ്ങിയിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രഹസന ഉദ്ഘാടനമാണ് നടത്തിയതെന്നാണ് ആരോപണം. കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന മാമാങ്കം പലകുറി നടത്തിയിട്ടും ചെറുതോണി ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ഇന്നും നോക്കുകുത്തിയായി അവശേഷിക്കുകയാണ്. 2018 പ്രളയത്തിലാണ് താൽക്കാലികമായി ഉണ്ടായിരുന്ന ചെറുതോണി ബസ് സ്റ്റാൻഡ് ഒലിച്ചുപോയത്. ഇതേ തുടർന്ന് പോലീസ് സ്റ്റേഷന് സമീപം ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിച്ചു. ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് മാസങ്ങൾ ഏറെയായി. കഴിഞ്ഞ ഫെബ്രുവരി 22-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നാടിന് സമർപ്പിച്ചു. നിർമ്മാണം പാതി വഴിയിലെത്തിയ ആ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തട്ടിക്കൂട്ടിയുള്ള ഉദ്ഘാടനം നടക്കുകയുണ്ടായി. അവിടെ ബസ് എത്തിച്ചേരുകയോ ബസ് കയറിക്കിടക്കുകയോ ഇല്ലെങ്കിൽ ആളുകൾക്ക് അവിടെ നിൽക്കുവാനോ വിശ്രമിക്കുവാനോ ഉള്ള ഒരു സൗകര്യവും ഒരുക്കാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തുകയുണ്ടായി. പക്ഷേ അതൊന്നും ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യവുമല്ല ചെയ്തിരിക്കുന്നത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടും ഒറ്റ ബസ്സുകൾ പോലും ഇവിടെ പ്രവേശിച്ചിട്ടില്ല. ഇന്നും ചെറുതോണിയിലെ പരിമിത സൗകര്യത്തിലാണ് ബസ്സിൽ യാത്രക്കാരെ കയറ്റിയിറക്കുന്നത്. ഇവിടെ വെയിലും മഴയുമേറ്റാണ് വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. ബസ് സ്റ്റാൻഡും പൊതുശൗചാലയവും ഇല്ലാത്ത ടൗൺ എന്ന പേര് ചെറുതോണിക്ക് പണ്ടേ സ്വന്തമായിരുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തിയായിട്ടും ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാത്തതിന് ന്യായീകരണവുമില്ല. ചാരിവെച്ച് ഉദ്ഘാടനം നടത്തിയ ഫലകമാകട്ടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ മറിഞ്ഞും കിടപ്പുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.